കുഞ്ഞിന്റെ അസുഖത്തിന് കാരണക്കാരി ഞാനാണെന്ന് ACP പറയുന്നത്. ACP എന്റെ കാരണത്തടിച്ചു എന്നെ അവിടുന്ന് ഇറക്കി വിട്ടു. ജേട്ടാ, ജേട്ടൻ എങ്ങോട്ടാ? എനിക്കൊന്ന് പുറത്തു പോകണം. എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലായിരിക്കും. ഒരു കാര്യം ഞാൻ ചോദിച്ചാൽ ജേട്ടൻ എന്നോട് സത്യം പറയോ? ചോദിക്ക്. ഞാൻ കേൾക്കുന്നൊക്കെ ശരിയാണോന്ന് അറിയാൻ വേണ്ടിയാ. ദേവി എന്താ കേട്ടത്? എന്താ കേട്ടതെന്ന്? എന്നെപ്പോലൊരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് ചോദിക്കാൻ പറ്റാത്ത കാര്യോ? അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കുന്നത്? പക്ഷെ അറിയേണ്ടത് എന്റെ ആവശ്യമോ? എന്നാ വാ തുറന്ന് ചോദിക്കേ. ജേട്ടനോ മാധുരിയായിട്ട് വഴിവിട്ട ബന്ധമുണ്ടെന്ന് കേൾക്കുന്നു. അത് ശരിയാണോ? എന്തു പറഞ്ഞു? ജേട്ടനെ തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ ജേട്ടൻ എന്നെ തല്ലിയതാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാനാണല്ലോ തെറ്റുകാരി. അല്ലാതെ നിങ്ങൾ എന്നെ നിന്ന് മറച്ചു വെക്കുന്നത് ഞാൻ കണ്ടെത്തിയതുകൊണ്ടാണെങ്കിൽ നിങ്ങൾ എന്നെ തല്ലിയത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഈ അടിക്ക് പകരം നിങ്ങൾക്ക് എന്നെ കൊല്ലായിരുന്നു. ഞാൻ ചെയ്ത പാപങ്ങൾക്കൊക്കെ അനുഭവിക്കുന്നത് എൻ്റെ മകളാണോ ദൈവമേ? ഞാൻ ഓമനിച്ച് വളർത്തിയ എൻ്റെ ജീവനായ മകളെ അവൻ തല്ലുന്നതൊക്കെ ഞാൻ എങ്ങനെ കണ്ടു നിൽക്കും? സാധാരണ ഭാര്യ മക്കളും തമ്മിലുള്ള വഴക്കാണോ അവൻ? ഇപ്പൊ പഴയതെല്ലാം ഓർത്ത് വേദനിക്കായിരിക്കും. വേദനിക്കട്ടെ. ചെയ്തു പോയ തെറ്റിനൊക്കെ വേദനിച്ചല്ലേ പറ്റൂ. ജേട്ടാ, വന്ന് ആഹാരം കഴിക്കാം. ഞാൻ ദേവിക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറുകയാണല്ലേ? ജേട്ടൻ എന്താ അർത്ഥമാക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. അതായത് ഞാൻ ദേവിക്കൊരു ശല്യമല്ലേ എന്ന്. 4 നേരമല്ലേ എനിക്ക് ആഹാരവുമായിട്ട് ദേവി ഇങ്ങനെ കയറി ഇറങ്ങുന്നത്. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അത് സത്യം.
ഇക്കാര്യം എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇത് ജേട്ടന്റെ വീട് തന്നെയാ. എന്നേക്കാൾ സ്ഥാനശ്രേഷ്ഠവും അധികാരവും ജേട്ടൻ ഈ വീട്ടിലുണ്ട്. ദേവി, എന്താ ചേട്ടാ? എന്തിനാ വിഷമിക്കുന്നത്? ചോദിക്കാനുള്ളത് ചോദിക്കും. ഞാൻ മീനാക്ഷിയുടെ അച്ഛനാ. അവളെ കാർത്തി ഇങ്ങനെ തല്ലുന്നത് എനിക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഓ, മകളെ അവളുടെ ഭർത്താവൊന്ന് തല്ലിയപ്പോ ഈ അച്ഛന്റെ മനസ്സ് വേദനിച്ചു അല്ലേ? ഓ, ഞാൻ അച്ഛനും അമ്മ ഇല്ലാത്തൊരു മകളായിരുന്നല്ലോ. കണ്ടു വേദനിക്കാൻ അച്ഛനില്ലാത്ത ഈ മകളോട് എന്തോ ആകായിരുന്നു അല്ലേ ചേട്ടാ? ദേവി, കുത്തി നോവിക്കാൻ വേണ്ടിയൊന്നും പറയുന്നല്ല. മനസ്സില് ആഴത്തിലൊരു മുറിവുണ്ട്. ആ മുറിവ് ഇപ്പോഴും എന്നെ നീട്ടുന്നുണ്ട്. അങ്ങനെ ചോദിച്ചു പോയതാ. ദേവി, പലവട്ടം ഞാൻ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. എത്ര മാപ്പ് പറഞ്ഞാലും തീരുന്നൊരു വേദനയല്ലത്. ഭർത്താക്കന്മാരാ, ഒരാള് മറ്റേ ആളെ ചതിക്കില്ല. എന്താ? ACP സാറ് പറഞ്ഞിട്ട് വന്നതാ. എന്തിന്? ഇവിടുത്തെ കുഞ്ഞിനെ നോക്കാൻ ഒരാള് വേണമെന്ന് സാറ് പറഞ്ഞിരുന്നു. അങ്ങനെ വന്നതാ. നിങ്ങൾ വന്നോ? ആരാ ACP ഇത്? മീനാക്ഷി, ഇവര് ഞാൻ പറഞ്ഞിട്ട് വന്നതാ. ഇനി വൈഗമോളുടെ കാര്യം ഇവര് നോക്കിക്കോളും. കുഞ്ഞിനെ കുളിപ്പിക്കാനും മറ്റും നീ ബുദ്ധിമുട്ടണ്ട. കുഞ്ഞിന്റെ കാര്യം നോക്കാനേ എക്സ്പെർട്ടാ ഇവര്. ചേച്ചി, കേറി വരൂ. നിക്ക്. എനിക്ക് ACPയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അത് സംസാരിക്കാമല്ലോ. ഇവര് കേറി വരട്ടെ. എനിക്ക് ഈ മാറ്ററാ സംസാരിക്കാനുള്ളത്. ഇവരിവിടെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുൻപ് എനിക്കൊന്ന് സംസാരിക്കണം. എന്താ മീനാക്ഷി ഇത്? വരാൻ വാ. ചേച്ചി, ഇവിടെ നിൽക്ക. ഞാൻ ഇപ്പൊ വരാം. ശരി സാർ. ഓക്കേ. വാ. എന്താ മീനാക്ഷി, നീ കാര്യം പറ. ACP വന്നേ. എന്താ മീനാക്ഷി ഇത്? എനിക്ക് ചില കാര്യങ്ങൾ അറിയാം.
നീ ചോദിക്കും മീനാക്ഷി. എന്തിനാ ACP എന്നെ കല്യാണം കഴിച്ചത്? ആദ്യം എന്നോട് കുഞ്ഞിനെ നോക്കാനാണെന്നല്ലേ പറഞ്ഞത്? അതെ, അത് സത്യ. കുഞ്ഞിനെ നോക്കാൻ ഞാനിവിടെ ഉള്ളപ്പോ അതിനുവേണ്ടി മറ്റൊരു സ്ത്രീയെ കൊണ്ടുവന്ന എന്തിനാ? ഞാൻ പ്രസവിച്ചില്ലെങ്കിലും വൈകുമ്പോൾ എന്റെ കുഞ്ഞ് എന്റെ ചൂട് പറ്റിയത് ഉറങ്ങും, എന്റെ ചൂട് പറ്റിയത് വളരും. അത് ACPക്ക് അറിയോ? മീനാക്ഷി, നീ തെറ്റിദ്ധരിക്കണ്ട. കുഞ്ഞിനെ നോക്കാൻ നിനക്ക് സഹായത്തിന് ഞാനൊരാളെ വെച്ചെന്നേ ഉള്ളൂ. അല്ലാതെ കുഞ്ഞിനെ നിന്നിൽ നിന്നും ഒരിക്കലും അടർത്തി മാറ്റാനൊന്നും അല്ല. എന്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം. അതിന് മറ്റൊരാളുടെ ഹെൽപ്പൊന്നും വേണ്ട. അത് മാത്രമല്ല മീനാക്ഷി, ആ കുഞ്ഞിന്റെ പേരിൽ ഇടയ്ക്ക് നിന്ന് കളിക്കുന്ന ചിലരുണ്ടിവിടെ. നിന്നെ എന്റെ ശത്രുവാക്കി മാറ്റാനാ അവരുടെയൊക്കെ ശ്രമം. അത് വേണ്ടെന്ന് ഞാനും കരുതി. ആരാ ഇടയ്ക്ക് നിന്ന് കളിക്കുന്നേ? അവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. അതല്ല, കുഞ്ഞിനെ ഞാൻ നന്നായിട്ടല്ല നോക്കുന്നെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല. എന്താ മീനാക്ഷി ഇത്? ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. എന്റെ കുഞ്ഞിന്റെ പേരിൽ നീ ബലിയാടാകരുത്, അത്രേ ഞാൻ കരുതിയിട്ടുള്ളൂ. ആരും എന്തും പറഞ്ഞോട്ടെ, ചെയ്തോട്ടെ. അവരോടൊക്കെ തോറ്റു കൊടുക്കാതെ ഫൈറ്റ് ചെയ്യാൻ എനിക്കറിയാം. പക്ഷെ ACP എന്നെ അവിശ്വസിക്കരുത്. മീനാക്ഷി, കുഞ്ഞിനെ വളർത്തുന്ന കാര്യത്തിൽ പരിചയക്കുറവുകൊണ്ട് എനിക്ക് പലതും പറ്റിയിട്ടുണ്ടാവും. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. പക്ഷെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റരുത്. ആ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവളുടെ അമ്മയാ ഞാൻ. മീനാക്ഷി, ഒരു മിനിറ്റ് നേരം പോലും ആ കുഞ്ഞിൽ നിന്ന് ഞാൻ മാറി നിന്ന എന്റെ ഹൃദയം പെടയും. എന്റെ കുഞ്ഞിനും അങ്ങനെ തന്നെയാ. പ്ലീസ് ACP, പ്ലീസ്. ഇനി മുന്നോട്ടുള്ള എന്റെ ജീവിതം ആ കുഞ്ഞിന് വേണ്ടിയാ. വൈകുമോളെ മറ്റാരെ ഏൽപ്പിക്കല്ലേ. പ്ലീസ്, പ്ലീസ് ACP. മീനാക്ഷി, നീ കരയില്ലേ മീനാക്ഷി? നിന്റെ കരച്ചില് എനിക്ക് സഹിക്കാൻ പറ്റില്ല. നിന്റെ ജോലി കുറയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാ. നീ ക്ഷമിക്ക. നീ ഒരു അമ്മയായി മാറിക്കഴിഞ്ഞു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നോക്ക്, മതി കരഞ്ഞത്. വാ, നമുക്ക് ആ സ്ത്രീയെ പറഞ്ഞുവിടാം. നീ വാ. സോറി, തൽക്കാലം നമുക്കിവിടെ ഒരാളെ വേണ്ട. ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം. ഇത് വച്ചേക്ക്. ശരി സർ, ശരി. പോട്ടെ. വാ, നീ വാ.
ആരും കാണുന്നില്ലല്ലോ. ഇളയച്ച, ഇളയച്ച, വൈകോളം വന്നില്ലേ? അവള് നല്ല ഉറക്ക. ആ ആണോ? അവള് ഭാവിയിലെ കൊച്ചു മീനാക്ഷിയ. കോറം തികഞ്ഞല്ലോ, പിന്നെന്താ മീറ്റിംഗ് തുടങ്ങാത്തത്? കോറോ ആണെങ്കിൽ പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ വരണ്ടേ? ആരാ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ? അത് പിന്നെ അറിഞ്ഞൂടെ, അച്ഛൻ പ്രസിഡന്റ്, അമ്മ സെക്രട്ടറി, പിന്നെ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ വരും. ഓ ദയത്തിയല്ലോ. ഇതെന്താ എല്ലാരും എന്നെ കണ്ടങ്ങ് ചിരിച്ചു മറിയുന്നത്? ഞാനെന്താ സർക്കസിലെ വല്ല കോമാളിയാണോ? ബഫൂണാണോ ഞാൻ? എന്റെ പൊന്നു സാവു, നിന്നെ ആരും കളിയാക്കിയതല്ല. നീ ഇല്ലെങ്കിലേ ഈ കുടുംബസഭയിൽ ഒരു ഓളം ഇല്ലെന്ന് പറയായിരുന്നു. നിങ്ങൾ എന്തോന്ന് എന്നെ ഇപ്പൊ വിളിച്ചത്? സാവൂന്ന്. അയ്യടാ, ഇങ്ങനൊന്നും നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ലല്ലോ. അതെ, ഇവിടെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ നിന്നെ ഞാനൊന്ന് സ്നേഹത്തിൽ വിളിച്ചതാ. അയ്യാ, ആ പിന്നെ അമ്മ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ച മീറ്റിംഗാ. അത് നീ വെറുതെ അലങ്കോലമാക്കരുത്. ഞാൻ ഒരു മീറ്റിങ്ങിനും പങ്കെടുക്കാൻ വന്നതല്ല. പിന്നെ അയലോക്കത്തെ എന്ത് അലമ്പ് നടന്നാലും ഒന്ന് നോക്കണമല്ലോ, അതിനിറങ്ങിയതാ. ഓ മീറ്റിംഗ് തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പേ പ്രതിപക്ഷ നേതാവ് യുദ്ധത്തിനുള്ള ശംഖ് വിളിച്ചു. എടാടാ, നീ നിന്റെ കാര്യം നോക്കിയാ മതി, എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. എന്തെങ്കിലും സൗന്ദര്യപ്പണക്കം ഉണ്ടെങ്കിൽ അതങ്ങ് വിട്ട് കളഞ്ഞേക്ക് ചേച്ചി. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്റെ സ്വന്തം ചേച്ചിയല്ലേ. ഞാനൊക്കെ എന്ത് ചേച്ചി, 10-18 കൊല്ലമായി നിനക്കൊക്കെ പുതിയൊരു ചേച്ചി അവതരിച്ചിട്ടുണ്ടല്ലോ. കുലമഹിമയുള്ളൊരു ചേച്ചി, രാജലക്ഷ്മി അമ്മയുടെ മൂത്ത മകള്. അവളെ അങ്ങ് ചേച്ചിയായിട്ട് കരുതിയാ മതി, നമ്മൾ അതിനില്ലേ. അതിനെന്താ സംശയം? ഈ നിൽക്കുന്ന നന്ദിനിയെടുത്ത് എന്റെ മൂത്ത ചേച്ചി തന്നെയാ. ഒന്നും മിണ്ടാതിരിക്കും ജഗദീഷേട്ടാ. എടേ, ഞാൻ എന്റെ വീട്ടില് പലതും പറയും, നീ ആരുടെ ചോദിക്കാൻ? അച്ഛൻ അയ്യോ, വല്യേട്ടൻ അവിടെ തന്നെ നിൽക്കുന്നത്. ഇങ്ങോട്ട് കയറി വാ. വേണ്ട മോനെ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. വരാൻ. ഇവിടെ നിന്നാലെന്താ? ചെമ്പകമംഗലത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീഴോ? ആ, അച്ഛനമ്മ വരുന്നുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ. ഇനി ആരെങ്കിലും വരാനുണ്ടോ? ഇനി ഈ കുടുംബത്തില് അശ്വിനും അതിഥിയേ ഉള്ളൂ. ഒരാള് ബോർഡിങ്ങിലും മറ്റൊരാള് സ്കൂളിലുമാ. സാവിത്രി എന്താ തീണ്ടലും തൊടിയിലും ഉള്ളതുപോലെ അങ്ങ് അകന്നു മാറി നിൽക്കുന്നത്? അയ്യോ, ഞാൻ ഈ സമ്മേളനത്തിനും കലാപരിപാടിക്കും ഒന്നുമില്ലേ. ഞാൻ എന്റെ ഓഹരിക്കകത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നു, അത്രേ ഉള്ളൂ. എരുമയുടെ ചെവി കിന്നരവും തമ്പുരവും വായിച്ചിട്ട് കാര്യമില്ല രാജലക്ഷ്മി. നീ കാര്യത്തിലേക്ക് വാ. പല പഞ്ചായത്ത് കമ്മിറ്റിയിലും ഒരലവലാതി മുമ്പർ കാണും. ഇതും അങ്ങനെ കരുതിയാ മതി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ ഞാൻ കുടുംബത്തിലെ എല്ലാവരെയും കൂടി ഇവിടെ വിളിച്ചു വരുത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ തറവാട്ടിലേക്ക് എന്റെ മൂത്ത മകൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന എന്റെ മരുമകളാ നന്ദിനി. എന്റെ ആ മകൻ മരിച്ചു പോവുകയും എന്റെ മരുമകൾ അനാഥയാവുകയും ചെയ്തു.
അമ്മേ, അധിക പ്രസംഗം ചെയ്യുന്നതിന് എന്നോട് ക്ഷമിക്കണം. അമ്മയ്ക്ക് മാത്രമാണ് ആ മൂത്ത മകൻ മരിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വലിയ ജീവിച്ചിരിപ്പുണ്ട്. വലിയേട്ടൻ എനിക്ക് എന്ന കുട്ടിക്കാലത്തെ നല്ല ഓർമ്മകളൊന്നും എനിക്ക് മറക്കാനാവില്ല. മറ്റുള്ളവരുടെ മാനസികാവസ്ഥ കൂടി അമ്മ മനസ്സിലാക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. എനിക്ക് പറയാനുള്ളത് നന്ദിനിയുടെ കാര്യം. ഞാൻ അതിലേക്ക് തന്നെ വരാം.